നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണമെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ കേരളത്തിലെ ഒരുപാട് സ്ത്രീകളും യുവാക്കളും ഇപ്പോൾ പ്രതീക്ഷയിലാണ്. ഓണത്തിന് മുൻപ് അക്കൗണ്ടിൽ 1000 രൂപ എത്തുമോ എന്നുള്ളതും. ഒരു വിഭാഗം കാത്തിരിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയാണ്. മറ്റൊരു വിഭാഗം കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലെ 1000 രൂപയ്ക്കാണ്. രണ്ട് പദ്ധതിയും 1000 രൂപ, രണ്ട് പദ്ധതിയും സർക്കാർ സഹായം. പക്ഷെ ഏറ്റവും വലിയ ചോദ്യം ഈ 1000 രൂപ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് പറഞ്ഞാലും ശരിയല്ല, കിട്ടില്ല എന്ന് പറഞ്ഞാലും ശരിയല്ല. കാരണം ഈ രണ്ട് പദ്ധതിയുടെയും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചില പ്രധാന കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് ഓണവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? കണക്ട് ടു വർക്കിന്റെ 1000 രൂപയുമായി ബന്ധപ്പെട്ട് ഇതിന് എന്താണ് ബന്ധം? ആർക്കൊക്കെയാണ് പണം കിട്ടാൻ സാധ്യത? അപേക്ഷ നൽകിയവർക്ക് എന്താണ് സംഭവിക്കുക? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം സ്ത്രീ സുരക്ഷാ പെൻഷനിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ സ്ത്രീകൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. പ്രതിമാസം 1000 രൂപയാണ് പദ്ധതിയിലെ ധനസഹായം. 35 മുതൽ 60 വയസ്സ് വരെയുള്ള അർഹരായ സ്ത്രീകളെയാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രായപരിധിയിലുള്ള നിരവധി സ്ത്രീകൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്: എനിക്ക് അപേക്ഷ അംഗീകരിച്ചാൽ ആദ്യത്തെ 1000 രൂപ എപ്പോഴാണ് ഇനി കിട്ടുക എന്നുള്ളതും. സാധാരണ ഒരു മാസത്തെ തുകയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ച ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഒരുപാട് മാസത്തെ 4-5 മാസത്തോളം ഉള്ള ഒരു ഗഡു മുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അപേക്ഷിച്ചവർക്ക് 2 മാസം 1000 രൂപ വെച്ച് 2000 ലഭിച്ചെങ്കിലും പിന്നീട് ഈ തുക ലഭിക്കാതെയായി. അതിനുശേഷം പുതിയതായി ഒരുപാട് പേർ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷനിൽ അപേക്ഷ നൽകിയതും അക്ഷയ സെന്ററുകൾ കയറി ഇറങ്ങിയതും എല്ലാം വെറുതെ ആയോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഈ ഒരു പണം ഓണത്തിന് മുൻപ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ഗുണമായേനെ എന്ന് പല സ്ത്രീകളും ചോദിക്കുന്നുണ്ട്. ഓണത്തിന് മുൻപ് കിട്ടുമോ? ഇതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. അതുപോലെ തന്നെയാണ് ഈ കണക്ട് ടു വർക്കിന്റെ കാര്യവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഓണത്തിന് പണം കിട്ടുമെന്ന പ്രതീക്ഷ പലരും ഈ ഒരു കാര്യത്തിൽ പറയുന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഓണം കേരളത്തിൽ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഓണം. ഓണക്കിറ്റ് വരുന്നുണ്ട്, റേഷൻ ആനുകൂല്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നു. ആശാ വർക്കർമാർക്കായിക്കോട്ടെ, അംഗനവാടി ടീച്ചർമാർക്കായിക്കോട്ടെ, എല്ലാവർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു ക്ഷേമ പെൻഷൻ, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഇതുവരെ, അതായത് കണക്ട് ടു വർക്കിന്റെ കാര്യത്തിലും ഇതുവരെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യം വിവിധ വിഭാഗങ്ങൾക്ക് സർക്കാർ സഹായങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ, അതിനാൽ പുതിയതായി ആരംഭിച്ച ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളും സ്വാഭാവികമായി ഈ ഒരു തുക പ്രതീക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓണം പ്രമാണിച്ച് ഞങ്ങൾക്കും എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതായത് ഇത് വാട്സപ്പിലും യൂട്യൂബിലും വരുന്ന ഒരു അഭ്യൂഹം മാത്രമാണോ ഈ ഓണത്തിന് ഈ ഒരു പണം വരുമെന്നുള്ളത് കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ അടുത്ത നീക്കത്തിൽ ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളതും അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ സാധാരണ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന അതേ രീതിയിൽ മാത്രം കാണേണ്ട ഒരു പദ്ധതിയല്ല. ഇത് പ്രത്യേകിച്ച് വിഭാഗത്തിനുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള ഒരു ധനസഹായമാണ്. അതായത് വീട്ടമ്മമാർ, അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു ആനുകൂല്യം വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അപേക്ഷ നൽകിയ എല്ലാവർക്കും ഒരേ ദിവസം പണം ലഭിച്ചിട്ടില്ല. ആദ്യം അർഹത പരിശോധിച്ചു, അപേക്ഷ അംഗീകരിച്ചു, ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായി നോക്കി, അതിനുശേഷം വിതരണം എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു.
അതുപോലെ തന്നെ ഞാൻ അപേക്ഷിച്ചു, അതിനാൽ ഓണത്തിന് എനിക്ക് 1000 രൂപ ഉറപ്പ് എന്ന രീതിയിൽ ആരും കരുതരുത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അപേക്ഷ അംഗീകരിക്കപ്പെട്ടവർക്ക് ഓണത്തിന് മുൻപ് ഗഡു നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് സാധ്യമാണോ? അത് തന്നെയാണ് ഇനി നോക്കേണ്ടത്. അതുപോലെ തന്നെ കണക്ട് ടു വർക്ക്, പേര് കേട്ടാൽ തന്നെ പദ്ധതിയുടെ ലക്ഷ്യം മനസ്സിലാവും. തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്ക് ജോലി നേടുന്നതിനുള്ള തയ്യാറെടുപ്പിനും പരിശീലനത്തിനും സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടെയും പ്രതിമാസം 1000 രൂപ തന്നെയാണ് ധനസഹായം. അതുകൊണ്ട് ഓണം അടുത്തെത്തിയപ്പോൾ യുവാക്കൾക്കും വലിയ പ്രതീക്ഷയാണ്. കണക്ട് ടു വർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എനിക്ക് അപേക്ഷ ശരിയാണെങ്കിൽ 1000 രൂപ എപ്പോൾ വരും, ഓണത്തിന് മുൻപ് ആദ്യ ഗഡു കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് ടു വർക്കും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഒന്ന് സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുമാണ്. അതായത് രണ്ടും 1000 രൂപയാണെങ്കിലും രണ്ടിന്റെ ഉദ്ദേശം വ്യത്യാസമാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള അർഹരായ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്കാണ് കണക്ട് ടു വർക്ക് പദ്ധതി ലക്ഷ്യമിടുന്നത്. പഠനം പൂർത്തിയായ ശേഷം ജോലി അന്വേഷിക്കുന്നവർ, തൊഴിൽ ലഭിക്കാൻ സ്കിൽ ട്രെയിനിങ് തയ്യാറെടുക്കുന്നവർ, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, ഇത്തരത്തിലുള്ള യുവാക്കൾക്ക് പദ്ധതി ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ജോലി കിട്ടുന്നവരെ ചെറിയൊരു സാമ്പത്തിക സഹായം പോലും വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് 1000 രൂപയുടെ സഹായം എന്നത് ഇവിടെ വെറും ഒരു തുകയല്ല, തൊഴിൽ അന്വേഷിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു സപ്പോർട്ടാണത്. അതിനാൽ പലർക്കും ഈ ഒരു PSC പഠിത്തം ഉപേക്ഷിച്ച്, ഈ ഒരു പണത്തിന്റെ ഒരു പ്രശ്നം കാരണം PSC പഠനം ഉപേക്ഷിച്ച് വേറെ പണികൾക്ക് പോവേണ്ട അവസ്ഥ, പ്രൈവറ്റ് ജോലികൾക്ക് പോവേണ്ട അവസ്ഥയും കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു 1000 രൂപ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കണക്ട് ടു വർക്കും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിക്കോട്ടെ, എല്ലാം. നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മയ്ക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹതയുണ്ട്, അതേസമയം ആ വീട്ടിലെ മകൻ അല്ലെങ്കിൽ മകൾക്ക് കണക്ട് ടു വർക്കിന് അർഹതയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ കുടുംബത്തിന് 2 പദ്ധതികളിൽ നിന്ന് 2000 രൂപ ലഭിക്കുമോ? ഇതാണ് പലരും ഇപ്പോൾ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം. പക്ഷേ ഓണം പോലുള്ള ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഈ ഒരു തുക ലഭിച്ചാൽ ഏറെ സന്തോഷപ്പെടുന്നത് അവരായിരിക്കും. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ പദ്ധതി നിലവിലുണ്ട്. അതുപോലെ കണക്ട് ടു വർക്ക് 1000 രൂപയുടെ പദ്ധതി നിലവിലുണ്ട്. പക്ഷേ 2026 ഓണത്തോടനുബന്ധിച്ച് ഈ 2 പദ്ധതികളുടെയും തുക ഓണത്തിന് മുൻപ് തന്നെ അക്കൗണ്ടിലെത്തുമെന്ന് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ ഓണത്തിന് തീർച്ചയായും കിട്ടുമെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ ഒരിക്കലും കിട്ടില്ല എന്നും പറയാൻ കഴിയില്ല. കാരണം സർക്കാർ പിന്നീട് ഉത്തരവ് ഇറക്കിയാൽ സ്ഥിതി മാറാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും കൃത്യമായ മറുപടി, പദ്ധതികൾ ഉണ്ട്, 1000 രൂപയുടെ സഹായവും ഉണ്ട്. പക്ഷെ ഓണത്തിന് പ്രത്യേകമായി ലഭിക്കുമെന്ന് ഇതുവരെ ഔദ്യോഗിക ഉറപ്പില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സർക്കാർ പുതിയ തീരുമാനമെടുത്താൽ അതാണ് അടുത്ത വലിയ അപ്ഡേറ്റ്. അതുവരെ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അപേക്ഷയുടെ സ്ഥിതി പരിശോധിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ഈ വാർത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ഒരാൾക്കും കണക്ട് ടു വർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു യുവാവിനും ഉപകാരപ്പെടുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.